അപ്പ എന്തോ? അപ്പൊ ഒത്തിരി പെണ്ണ് കണ്ടിട്ടില്ലേ? ഉം. അല്ല ഇതില് കല്യാണം നടക്കാതെ പോയതില് പപ്പയ്ക്ക് സങ്കടമുണ്ടോ? എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ് അവരുടെ ഫ്രണ്ടായ ഒരു ടീച്ചർ എനിക്ക് കല്യാണം ആലോചിച്ചു. അപ്പോൾ ആ ടീച്ചറുടെ സ്കൂളിൽ പോയിട്ട് ഞാൻ പെണ്ണ് കണ്ടു. അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് എന്നോടുള്ള സകല ഇഷ്ടക്കേടും പെണ്ണ് കാണാൻ ചെന്നതിൻ്റെ ഇഷ്ടക്കേട് ആ ടീച്ചർ ആ ഓഫീസ് റൂമിൽ വെച്ചിട്ട് എന്നോട് മുഖത്ത് കാണിച്ചു. അപ്പോൾ ഞാൻ പെണ്ണ് കണ്ടൊക്കെ ഇറങ്ങി വന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയ സമയത്ത് മുഖം വെറുപ്പിച്ചിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ വന്നിട്ട് എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ആ കുട്ടികാരീൻ്റെ അടുത്തേക്ക് എന്നെ വിട്ടത്? അവർക്ക് കല്യാണത്തിനൊന്നും താല്പര്യമില്ല, അവരെ സകല ഇഷ്ടക്കേടും കാണിച്ചു എന്ന്. അപ്പോൾ എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ് എന്ത് ചെയ്തു? വീണ്ടും ഈ ടീച്ചറെ വിളിച്ച് പറഞ്ഞ് അവസാനം ഒന്നുകൂടെ കാണണം, സംസാരിക്കണമെന്ന് ടീച്ചർ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ടീച്ചറുടെ വീട്ടിലേക്ക് ചെന്നു. ടീച്ചറുടെ വീട്ടിലേക്ക് ചെന്ന സമയത്ത് അന്ന് ടീച്ചറുടെ അച്ഛനോ അമ്മയോ ആങ്ങളെയോ ആരും അവിടെയില്ല, ടീച്ചർ മാത്രമാണ്. ഒരു ഫയല് എൻ്റെ മുന്നിൽ അവർ ഓപ്പൺ ചെയ്തു. അതിൽ അവരുടെ ആരോഗ്യത്തിൻ്റെ, അവരുടെ വാൽവിൻ്റെ പ്രശ്നങ്ങളുടെ അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു, കല്യാണം കഴിക്കണം, ശമ്പളം കിട്ടുന്നത് മുഴുവൻ മാഷിൻ്റെ കൈ കൊണ്ടു തരണം, എന്നിട്ട് ഓരോ ദിവസവും ജോലിക്ക് പോകുമ്പോൾ മാഷിൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ജോലിക്ക് പോകണം. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ എനിക്കുണ്ട്. പക്ഷെ എൻ്റെ അസുഖം ഇതാണ്, അതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും വേണ്ടിയില്ല, അവർ പറയുന്നതൊക്കെ കേട്ട് ആശ്വസിപ്പിച്ച് ഞാനിങ്ങ് പോന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്നോട് കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞ ആ ഡോക്ടറെ അടുത്ത് ഒന്നുകൂടെ പോയി നോക്കട്ടെ, വെയിറ്റ് ചെയ്യാവോ എന്ന് വെച്ചു. ഓക്കെ, വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ആ ടീച്ചറുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കൂടെ ഈ ഡോക്ടറെ കാണാൻ ഞാനും പോയി. അപ്പോഴും ഡോക്ടർ പറഞ്ഞു, ഇവർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, വാൽവിന് പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ നിരവധി ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ ആ കല്യാണം നടന്നില്ല. ഡോക്ടർ 5 വർഷമേ അവർക്ക് ആയുസ് പറഞ്ഞുള്ളൂ. പക്ഷെ ഇപ്പോഴും 48 വയസ്സിൽ അവർ ആരോഗ്യത്തോടെ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ അസുഖം എന്നുള്ളതൊക്കെ സത്യമാണ്. അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞു 1-2 പ്രാവശ്യം. അവർക്ക് ജീവിക്കാൻ അതിയായ ആഗ്രഹം, കൊതി. അവരെ വിവാഹം കഴിക്കാതെ പോയതിലൊരു പ്രയാസമുണ്ട്. അത് അവരോടുള്ളൊരു പ്രണയവും ഇഷ്ടമൊന്നുമല്ല. ഞാൻ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോകുമ്പോൾ അവരെ കണ്ടത്. പക്ഷെ അവരുടെ വാക്കുകളാണ് കൂടെ ജീവിക്കാനുള്ളൊരാഗ്രഹം. എന്താ ചെയ്യുക, ഓരോന്നും ഓരോ വിധി എന്ന് പറയാം അല്ലേ? ബി ഹാപ്പി ഉണ്ടല്ലോ. ഇതിൽ ബി ഹാപ്പി വേണ്ട.